ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാനൊരു അപ്ഡേറ്റിൻ്റെ ഒക്കെ കാര്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് അപ്ഡേറ്റ് കിട്ടി, പലർക്കും കിട്ടിയിട്ടില്ല. അപ്പം റാൻഡംലി വ്യക്തികളെ സെലക്ട് ചെയ്തിട്ടാണ് അവരത് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അറ്റ് പ്രസൻറ്റിൽ ഇപ്പോൾ US ഉള്ളവർക്കെല്ലാം കിട്ടി എന്ന് പറയുന്നുണ്ട്. US എല്ലാവരും എനിക്ക് കമൻറ്റ് അല്ല, എനിക്ക് പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറേ പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കമൻറ്റ് ഇടാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിനകത്തുള്ള വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ കമൻറ്റ്സ് വന്ന് നോക്കിയിട്ട് അവർ അതിനകത്തൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇൻ കേസ് ഞാൻ കാണുന്നില്ല, എനിക്ക് കാണാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് തരാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടും. അപ്പോൾ കുറേ പേർക്കൊക്കെ കിട്ടിയിട്ട് അപ്പം നമുക്ക് മനസ്സിലായത് ഇത് റാൻഡംലി ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അത് ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു കുറച്ച്. അപ്പോൾ ഈ ഇന്ന റീജിയൻ അങ്ങനെയൊന്നും ഇല്ല. UAE കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്, കമൻറ്റിനകത്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല. ഈ നാട്ടിലുള്ള കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വരും എന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റവന്യൂ വളരെ ശോകമാണോ എന്ന്. എനിക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ കഴിഞ്ഞ ഇപ്പോൾ 2 ദിവസമായി അങ്ങ് വലിയ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവർ ഓരോന്നോരോന്ന് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ശൂന്യമായിരിക്കും. നമ്മൾ ഈ ക്രിയേറ്റർ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചുതരാം. ഇങ്ങനെ കാണിച്ചു ഞാൻ ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മിറർ ഇമേജേ വരത്തുള്ളൂ. അപ്പം എനിക്ക് ഒരു 2 ദിവസമായിട്ടുള്ളൂ. അപ്പം 4 അതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത് എൻ്റെ റവന്യൂ. ആക്ച്വലി അല്ലാതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ എനിക്കൊരു പക്ഷേ കിട്ടിയതേ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. ഇൻസ്ട്രീം ആഡ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്ട്രീം ആഡ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ആ നോട്ടിഫിക്കേഷൻ വരുന്ന വരെയുള്ള വീഡിയോകളുടെ റവന്യൂ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓരോ വീഡിയോയിലും എത്ര റവന്യൂ. പക്ഷെ ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ വൈകിട്ടിട്ട വീഡിയോ ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 2 ലക്ഷത്തോളം ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോയിൽ ഇവിടെ വ്യൂ കാണിക്കുന്നത് 0 ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം റവന്യൂ കാണിക്കുന്നില്ല, ഇതെല്ലാം മറ്റേ പോർഷനിലേക്ക് പോയി എന്നുള്ളത് അർത്ഥം. അതുപോലെ ആഡ്സ് ഓൺ റീലിംഗ് നമ്മൾ എടുത്താലും ഒരൊറ്റ വീഡിയോ പോലും ആഡ്സ് ഓൺ റീലിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നവർക്കെല്ലാമാണ് ഇത് വന്നിരിക്കുന്നത്. അല്ലാത്തവർക്ക് ആസ് യൂഷ്വൽ കാണാൻ പറ്റും. നിങ്ങളുടെ ഓരോ വീഡിയോയിലുമുള്ള അപ്ഡേറ്റ്സ് എത്രയൊക്കെ ആണെന്നുള്ളത് കാണാൻ പറ്റും. പക്ഷേ ഈ അപ്ഡേറ്റ് വന്ന് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റവന്യൂ ഇവിടുന്ന് കാണിക്കുന്ന മുഴുവൻ അപ്പുറേക്ക് പോവും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈച്ച് വീഡിയോയിൽ റവന്യൂ എത്രയാണെന്നുള്ളത് ഇനി നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ ആപ്പിൽ നോക്കിയാൽ കാണാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് അതിന് വേണ്ടി വരുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത് പക്ഷേ നമുക്കൊരു ഉപകാരമായിരുന്നു. ഓരോ വീഡിയോയ്ക്കും എത്ര റവന്യൂ കിട്ടി, എത്ര ഡോളർ നമ്മുടെ ഓരോ വീഡിയോയിലും കയറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. നമ്മുടെ ആഡ്സ് ഓൺ റീലിൻ്റെ പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അവിടെ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് ടോട്ടൽ ഇത്രയും കിട്ടിയ റവന്യൂ എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അത് എന്ന് വരെയുള്ള വീഡിയോയുടെ റവന്യൂ ആണെന്ന് എനിക്ക് അറിയില്ല. അവർ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് 28 ഡേയ്സ്, അതായത് ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 25 വരെയുള്ള റവന്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നത്. ഇവിടെ ആഡ്സ് ഓൺ റീലിൽ നമുക്ക് റവന്യൂ കാണിക്കുന്നത്. പക്ഷേ ഇൻസ്ട്രീം ആഡിലാണെങ്കിൽ ആ വീഡിയോ അവിടെ വരുന്നുണ്ട്. നമുക്ക് ഓരോ വീഡിയോയും ഇങ്ങനെ വരുന്ന പോലെ വീഡിയോ ഇന്നലത്തെ വീഡിയോ വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കയറിയ റവന്യൂ എത്രയാണെന്ന് ഇതിനകത്ത് കാണിക്കുന്നില്ല. ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കൂടെ അപ്പുറേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളവരൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണമൊക്കെ. ഞാൻ ഇതിനുണ്ട് കമൻറ്റ് ഇടാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഈ കമൻറ്റ് നോക്കുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു ടെൻഷനൊക്കെ ഒഴിവാക്കാം. എൻ്റെ വീഡിയോ കാണുന്നതിനേക്കാൾ ഉപരി പലരും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കമൻറ്റൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമൻറ്റ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോയുടെ അടിയിൽ തന്നെ. അപ്പം മറ്റുള്ളവർക്ക് ഒരു പക്ഷേ പ്രയോജനം ആയേക്കും. അപ്പോൾ എനിക്കും ഒന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഈ പോർഷൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ റവന്യൂ എങ്ങനെ വിലയിരുത്താൻ പറ്റുന്നുണ്ട്? കൊള്ളാമെന്നാണോ ഈ അപ്ഡേറ്റ്സ്? കൊള്ളാമെന്നാണോ അതോ മറ്റേതായിരുന്നു നല്ലതെന്നാണോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? റവന്യൂ കൂടുതൽ കയറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതോ പഴയ പോലെ തന്നെ പഴയതായിരുന്നു റവന്യൂ കയറാൻ ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ തോന്നുന്നുണ്ട്? പക്ഷെ നമുക്ക് അതാകുമ്പം നമ്മുടെ റീൽസിന് എത്ര കിട്ടും, നമ്മുടെ ഇൻസ്ട്രീം ആഡ് ചെയ്ത് എത്ര കിട്ടും, നമ്മുടെ പെർഫോമൻസ് ബോണസ് എത്ര കിട്ടും, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു സെപ്പറേറ്റ്. ഇത് പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇനി നമുക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോ ഇനി അവർ പക്ഷേ ആഡ്സ് ഓൺ റീലിൻ്റെ അവിടെ നമ്മുടെ ഡോളർ എത്ര ടോട്ടലി കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈച്ച് വീഡിയോയുടെ കാണിക്കുന്നില്ല. ഇൻസ്ട്രീം ആഡിൻ്റെ അവിടെ മുകളിൽ എത്ര ഡോളർ കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അതും
കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലില്ല, ഈ അപ്ഡേറ്റ് വരുന്നതിന് മുന്നേ ഉള്ള വീഡിയോയിൽ മാത്രമേ അങ്ങനെ കാണിക്കുന്നുള്ളൂ. ആ മുന്നേ ഉള്ള വീഡിയോയുടെ വരെ മാത്രമേ കാണിക്കൂ. അപ്പം ആകെ മൊത്തം ടോട്ടലി കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം പുതിയ പുതിയ അപ്ഡേറ്റ്സ് എന്താണ് വരുന്നതെന്ന് നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇത് അപ്ഡേറ്റ് കിട്ടിയവരൊന്ന് ചെക്ക് ചെയ്തോളൂ. അപ്ഡേറ്റ് കിട്ടാത്തവർ ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ, കാരണം ഇത് പെട്ടെന്ന് ഇവർ ഓരോരുത്തർക്കും കൊടുക്കും. കാരണം ഇത് ടോട്ടലി അവർ ചേഞ്ച് ചെയ്യാനുള്ള നമ്മുടെ ആഡ്സ് ഓൺ റീലിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടുന്ന പോലെയല്ല, ഇത് അവർ ടോട്ടലി ചേഞ്ച് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഈ അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഇന്ന് ആക്ച്വലി ഈ വീഡിയോ ഇടാൻ കാരണം നിങ്ങൾ ഈ കിട്ടിയവർക്കുള്ള അപ്ഡേറ്റ്സ് എങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ്. എനിക്കത്ര ഒരു നല്ല ഒരു ഇതായിട്ട് ഇപ്പം തോന്നുന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1 മാസം കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ റവന്യൂ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ മാത്രമേ എനിക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ മോണിറ്റൈസായ മറ്റ് പേജുകൾക്കൊന്നും ഈ ഒരു ഓപ്ഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാനത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാത്തിനകത്തും ഈ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്തോളാം, അല്ലെങ്കിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന റവന്യൂ സ്റ്റോപ്പ് ആവുകയാണ്. ഈ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ റവന്യൂ സ്റ്റോപ്പ് ആവും. പിന്നെ നമ്മളിത് സെറ്റപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും നമ്മുടെ റവന്യൂ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം അയ്യോ എനിക്ക് ഈ അപ്ഡേറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ ആരും സെറ്റപ്പ് കൊടുക്കാതിരിക്കരുത്. സെറ്റപ്പ് നിങ്ങൾ കൊടുക്കാതിരുന്നാൽ നമുക്ക് കിട്ടേണ്ട റവന്യൂ അവിടെ സ്റ്റോപ്പ് ആയേക്കാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളിത് സെറ്റപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റവന്യൂ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് വരുന്നവരെല്ലാം ചെയ്തോളൂ. അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളവർ ദയവായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് 1 ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്തേക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനി സിറ സൈനിങ് ഓഫ്. ബൈ ബൈ.